ഇനി എത്ര ദൂരം ഉണ്ട് രമേശ് ചേട്ടാ? ഇപ്പൊ എത്തും. ആ ആംബുലൻസ് കൊച്ചൊരു ആശുപത്രിയാ, പേടിക്കാനൊന്നുമില്ല. സണ്ണി, ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് നോർക്കയ്ക്കാ. അപകടം അറിഞ്ഞ് ഞങ്ങൾ ആദ്യം വിളിച്ച നോർക്കയില, അവരെല്ലാം അറേഞ്ച് ചെയ്തത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ലോക കേരള സഭയുടെ 2 അംഗങ്ങൾ, പ്രവാസി സംഘടനയുടെ ആൾക്കാർ, മലയാളികളായ സന്നദ്ധ പ്രവർത്തകരൊക്കെ അവിടെ എത്തി. ഒരു വക്കീലിനെ നോർക്ക അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അത് ശരി. ഇതും ഒരു അനുഗ്രഹം അല്ലേ? നോർക്കയുടെ സൗജന്യ ആംബുലൻസ് സർവീസ് 24 മണിക്കൂർ റെഡിയാ. മരണപ്പെട്ടവരുടെ ബോഡിയും കൊണ്ടുവരാം. കേരളത്തിൽ മാത്രമല്ല, കോയമ്പത്തൂരിലെയും മംഗലാപുരത്തെ എയർപോർട്ടുകളിൽ ഈ സേവനം കിട്ടും. മറ്റ് സംസ്ഥാനത്തെ പ്രവാസി കേരളീയർക്കും ഈ നോർക്കയുടെ ആംബുലൻസ് സർവീസ് ലഭിക്കും. 2 മാസം മുമ്പ് വരെ 2700 പ്രവാസികൾക്ക് അത് പ്രയോജനപ്പെട്ടത്. നസീറെ, പ്രവാസി സംഘടന നേതാവല്ലേ സീതാലിക്ക? മൂപ്പർ പറഞ്ഞതിന് കാര്യമുണ്ട്. ഈ നോക്കയുടെ എല്ലാ സ്കീമും ചെയ്യാം. അതന്നെ നസീറെ, നിന്റെ മുറിവൊക്കെ നോണം കേട്ടെ. ഞാൻ നിന്നെയും കൊണ്ടേ നോർക്കേൻ്റെ ആഫീസ് കൊടുത്തു. ശരി. ഇതാ ഞാൻ പറഞ്ഞേ, ആ നസീറും കുടുംബം. നിങ്ങൾ നോർക്കേൻ്റെ കാര്യങ്ങൾ കൂടെ പറഞ്ഞു. നന്നായി. പ്രവാസി ക്ഷേമത്തിൽ നമ്മൾ നമ്പർ 1. പ്രവാസം മതിയാക്കിയവർക്ക് സർക്കാരിന്റെ സമാശ്വാസ നിധിയുടെ സാന്ത്വന, മരണാനന്തര ധനസഹായം, ചികിത്സയ്ക്ക്, വിവാഹത്തിന്, പിന്നെ അംഗപരിമിതർക്കുള്ള കൃത്രിമ കൈകാലുകൾ, വീൽ ചെയർ, ക്രച്ചസ്, ഇവയെല്ലാം സാന്ത്വന ഒരു ധനസഹായം ലഭിക്കുന്നത്. അതെ, നിങ്ങളിപ്പോൾ എത്ര കുടുംബത്തിന് സഹായിച്ചിട്ടുണ്ട് ഇതുവരെ? നിങ്ങൾ പ്രസംഗിക്കാനല്ലേ? ഒരു മിനിറ്റ്. 2016 മുതൽ ഇന്ന് വരെ 33,458 പ്രവാസി കുടുംബങ്ങൾക്കായി 202.59 കോടി രൂപ സഹായം നൽകിയിട്ടുണ്ട്. ഓഹോ, ഗ്രേറ്റ്. അപ്പോൾ വിദേശത്തായിരിക്കുമ്പോഴോ? പലതുമുണ്ട്. പ്രവാസി രക്ഷാ ഇൻഷുറൻസ് പോളിസി, ഗുരുതരമായ അസുഖങ്ങൾക്ക് 1 ലക്ഷവും, അപകട മരണങ്ങൾക്ക് 3 ലക്ഷവും, അപകടം മൂലമുണ്ടാകുന്ന വൈകല്യങ്ങൾക്ക് പരമാവധി 1 ലക്ഷവും ലഭിക്കും. അല്ല, ഇതെന്താ തുടങ്ങി? 2021 ഇതുവരെ 47,749 പേർക്ക് പോളിസി നൽകിയിട്ടുണ്ട്. 16 പേർക്ക് 17 ലക്ഷം രൂപ പോളിസി ഇൻഷുറൻസ് തുക നൽകി. നിങ്ങൾ അതിൽ ചേരി സാറേ. എന്റെ വല്യക്കായും കുടുംബം ഭിലായില്ല, അവർക്ക് ഇതിൽ ചേരാമോ? പിന്നെന്താ, അവർക്ക് NRK ഇൻഷുറൻസ് കാർഡ് എന്നൊരു പദ്ധതിയുണ്ട്. ഇതുവരെ 34,450 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 13 പേർക്ക് 34 ലക്ഷം രൂപ ഇൻഷുറൻസ് തുക നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് സ്കീമുകൾ ഇത് രണ്ടുമാണ്. അല്ല, ഈ കൊല്ലം ഒന്നുകൂടി വരുന്നുണ്ട്. നോർക്ക കെയർ, സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. കുടുംബത്തിനൊക്കെ നല്ല പരിരക്ഷ കിട്ടും. പിന്നെ ഇന്ത്യയിലെ പ്രമുഖ ആശുപത്രികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തും. അപ്പൊ അവിടെയെങ്കിലും അടിയന്തര ചികിത്സ നേടാല്ലേ? അതെ, നോർക്ക ID കാർഡ് എടുത്താലും അപകട മരണത്തിന് 5 ലക്ഷവും അംഗപരിമിതർക്ക് 2 ലക്ഷവും ഇൻഷുറൻസ് കിട്ടും. പിന്നെ സ്റ്റുഡൻസിന് ഇൻഷുറൻസ് കിട്ടുന്ന ഒരു കാർഡും ഉണ്ട്. കുട്ടികളെ പഠിപ്പിക്കാൻ വല്ല സഹായം ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ. പ്രവാസികൾക്കായി 2019 തുടങ്ങിയൊരു ക്ഷേമ പദ്ധതി കൂടിയുണ്ട്. നോർക്ക റൂട്ട്സ് ഡയറക്ടേഴ്സ് സ്കോളർഷിപ്പ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രവാസികളുടെ കുട്ടികളുടെ
ഉന്നത വിദ്യാഭ്യാസത്തിന് നിലവിൽ 15,000 രൂപ വീതം ധനസഹായം കിട്ടും. ഇതുവരെ 1657 വിദ്യാർത്ഥികൾക്ക് 2,91,10,00,000 രൂപ നൽകിയിട്ടുണ്ട്. സാന്ത്വന ഒഴികെ ഇപ്പൊ പറഞ്ഞതെല്ലാം 1-2 പിണറായി സർക്കാർ തുടങ്ങിയല്ലേ. അതെ, സാന്ത്വന ഇക്കാലത്ത് നന്നായിട്ട് വിപുലീകരിച്ചിട്ടുണ്ട്. നസീറെ, പദ്ധതികൾ മാത്രമല്ല, പ്രതിസന്ധി വരുമ്പോഴൊക്കെ കേരള സർക്കാരിന്റെ ഇടപെടലും പ്രധാന. കോവിഡ് കാലത്ത് എന്തൊരു സപ്പോർട്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ കേട്ടിരുന്നു. യുദ്ധമോ സംഘർഷമോ പ്രകൃതി ദുരന്തമോ എന്തുണ്ടായാലും മലയാളിയുടെ സംരക്ഷണമോ അവരെ നാട്ടിലെത്തിക്കലോ ഒക്കെ ഷടയെന്ന. കേസിലോ തട്ടിപ്പിലോ കുടുങ്ങി ജയിലിലായവരെ തിരിച്ചു കൊണ്ടുവരുന്ന എത്ര അനുഭവങ്ങളാണ്. ഇക്ക, എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. നോർക്ക സ്കീമുകളിലും ക്ഷേമബീതിയിലും ചേരാം. താങ്ക് യു സർ. ഓക്കെ. നസീറെ, പ്രവാസി സംഘങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സർക്കാർ 3 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു. 81 സംഘങ്ങൾക്കായിട്ട് 2.43 കോടി രൂപ ഇതിനകം വിതരണം ചെയ്ത് കഴിഞ്ഞു. ഭരിക്കുന്നവർക്ക് വിഷം വേണം, അപ്പൊ ഇതൊക്കെ നടക്കും. അതെ, എല്ലാ രംഗത്തും ഇപ്പൊ ഇത് കാണാം. കേരളം വേറെ ലെവലാ നസീറെ.